ഇന്ധന പമ്പുകളിലെ ശുചിമുറി ഉപയോഗം ഉപഭോക്താക്കൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തണം എന്നതാണ് ഉടമകളുടെ ആവശ്യം. ഡൽഹി ഹൈക്കോടതിയുടെ മുൻ ഉത്തരവ് കൂടി പരാമർശിച്ച് അവർ നിയമ നടപടികൾക്ക് ഒരുങ്ങുകയാണ്. ഇന്ധനം നിറയ്ക്കാൻ എത്തുന്നവരെന്നോ വഴിയാത്രക്കാരെന്നോ വ്യത്യാസമില്ല. ആർക്കും സമയപരിധിയില്ലാതെ പമ്പുകളിലെ ശുചിമുറികൾ ഉപയോഗിക്കാമെന്നതാണ് നിലവിലെ വ്യവസ്ഥ. എന്നാൽ ഇത് അധിക ചെലവിനും ശുചിമുറികൾ വൃത്തിയായി പരിപാലിക്കുന്നതിനുമടക്കം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നതാണ് നടത്തിപ്പുകാരുടെ വാദം. അതിനാൽ തന്നെ ശുചിമുറി ഉപയോഗം കർശനമായി നിയന്ത്രിക്കണം. അതിനായി ഹൈക്കോടതിയെ സമീപിക്കും. ഇതുമായി ബന്ധപ്പെട്ട രാജ്യത്ത് പെസോ കസ്റ്റമേഴ്സിന് മാത്രം ടോയ്ലറ്റ് പ്രൊവൈഡ് ചെയ്താൽ മതി എന്ന ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ MDG പ്രകാരം, മാർക്കറ്റിംഗ് ഗൈഡ് ലൈൻസ് പ്രകാരം കസ്റ്റമേഴ്സിന് ആയിരിക്കണം ഇതിൻ്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ പബ്ലിക് അനാവശ്യമായി ഉപയോഗിക്കാതിരിക്കാൻ ഇതൊരു സെക്യൂരിറ്റി ഉള്ള സ്ഥലം കൂടി ആയതുകൊണ്ട്, അതായത് എക്സ്പ്ലോസീവ് സാധനം വിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെക്യൂരിറ്റി മനസ്സിലാക്കി ഇത് പൂട്ടി അതിൻ്റെ താക്കോലും മാനേജറോ ഡീലറോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ കൈവശമോ കൊടുക്കണമെന്നും കസ്റ്റമേഴ്സ് വന്ന് ചോദിച്ചാൽ കൊടുക്കണമെന്നുമാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അന്ന് മാർക്കറ്റിംഗ് ഗൈഡ് ലൈൻസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഓർഡറുകളെല്ലാം കാട്ടിക്കൊണ്ട് ഡൽഹി ഹൈക്കോടതി ഒരു ഉത്തരവ് ഞങ്ങൾക്ക് അനുകൂലമായി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഉത്തരവിൻ്റെയും വെളിച്ചത്തിൽ ഞങ്ങൾ ഈ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിൽ മാത്രം നിജപ്പെടുത്തി തരണം എന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശുചിമുറികൾ ബോധപൂർവ്വം മലിനമാക്കുന്ന സംഭവങ്ങളും വസ്തുവകകൾ നശിപ്പിക്കുകയോ മോഷ്ടിച്ചു കൊണ്ടുപോവുകയോ ചെയ്യുന്നതും സാധാരണമത്രേ. ടോയ്ലറ്റ് എല്ലായിടത്തും വൃത്തിയായി സൂക്ഷിക്കണം. സ്വന്തം വീട്ടിലെ ടോയ്ലറ്റ് പോലെ തന്നെ വേണം പബ്ലിക് ടോയ്ലറ്റിനെയും കാണാൻ, അതല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ ടോയ്ലറ്റിനെയും കാണാൻ. എന്നാൽ ഉപയോഗിച്ച ശേഷം വെള്ളം ഒഴിക്കാതെ പോവുക, അവരുടെ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം, അവരുടെ പാഡുകളായാലും നാപ്കിൻസ് ആയാലും അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുക. ഇതെല്ലാം ക്ലീൻ ചെയ്യേണ്ടത് ഒന്നുകിൽ ഡീലറോ അല്ലെ ഡീലർ ചുമതലപ്പെടുത്തുന്ന ഒരാളോ ചെയ്യേണ്ടി വരുന്ന ഒരു വല്ലാത്ത ദുസ്ഥിതി ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇത് ഒക്കെ പബ്ലിക്ക് മനസ്സിലാക്കേണ്ടതാണ്. തങ്ങൾ ഉപയോഗിക്കുന്ന സാധനം അല്ലെ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് നന്നായി വൃത്തിയായിരിക്കാൻ അവർ കൂടി പരിശ്രമിച്ചെങ്കിലേ നടക്കൂ. ശുചിമുറി കൂടാതെ കുടിവെള്ളം, കാറ്റ് നിറയ്ക്കൽ, പ്രഥമ ശുശ്രൂഷ സൗകര്യങ്ങൾ തുടങ്ങിയവയും ഇന്ധന പമ്പുകളിൽ ഉണ്ടായിരിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. പയ്യോളിയിൽ ഇന്ധനം നിറച്ച വാഹനയാത്രക്കാരിക്ക് ശുചിമുറി ഉപയോഗത്തിന് നൽകാതിരുന്നത് നേരത്തെ വിവാദമായിരുന്നു. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ച പത്തനംതിട്ട ഏഴംകുളം സ്വദേശിനി ജയകുമാരിക്ക് അനുകൂലമായിരുന്നു വിധി. പമ്പുടമ വ്യവഹാര ചെലവടക്കം 1,65,000 രൂപ പിഴ നൽകണമെന്നതായിരുന്നു വിധി. ഈ പശ്ചാത്തലവും ഇന്ധന പമ്പുടമകളുടെ നിയമപരമായ നീക്കത്തിന് കാരണമാണ്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.